ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 126 ഭാഗത്തിൽ രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. രവി വള്ളത്തോളിൻ്റെ കഥയെ ആസ്പദമാക്കി തിരക്കഥയും സംഭാഷണവും ജോൺ പോൾ നിർവഹിച്ച് കലീൻ ഫിലിംസിൻ്റെ ബാനറിൽ ഷാഹിദ് കോക്കറും സിയാദ് കോക്കറും നിർമ്മിച്ച് 1986 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് രേവതിക്കൊരു പാവക്കുട്ടി. സത്യൻ അന്തിക്കാടാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ, ഭരത് ഗോപി, രാധ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. രവി വള്ളത്തോൾ രചിച്ച നാടകത്തിൻ്റെ അതേ പേരിൽ തന്നെ ആണ് ചിത്രത്തിലും പേര് സ്വീകരിച്ചത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണ ആനന്ദക്കുട്ടനും എഡിറ്റിംഗ് കെ രാജഗോപാലും നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ശ്യാമാണ്. 1986 മാർച്ച് 8 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രത്തിൻ്റെ വിതരണാവകാശവും കോക്കേഴ്സ് ഫിലിംസിന് തന്നെയാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന ഗാനങ്ങൾ കെ.ജെ. യേശുദാസും കെ.എസ്. ചിത്രയും ആലപിച്ചിരിക്കുന്നു. ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കട്ടി തെറ്റിത്തര തീരത്തൊരു പീലിപ്പെട്ടി പെട്ടിക്കുള്ളിൽ പെന്നും മുത്തും വാരിക്കെട്ടി എന്ന ഗാനവും വെള്ളാരം കുന്നും മേലെ വേഴാമ്പൽ മഴ കേഴുമ്പോൾ നിന്നോർമതൻ പൊൻപാതയിൽ കണ്ണായിരം കരളായിരം ആരോമലേ നിന്നവായിരം എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ബാലൻ മേനോനായി ഭരത് ഗോപി, ഡോക്ടർ പി മാധവൻകുട്ടിയായി മോഹൻലാൽ, സൂസന്നയായി രാധ, ഇന്ദുവായി മേനക, രേവതി മേനോനായി ലിസി, ദേവൂട്ടിയായി സുകുമാരി, ഫാസിപ്പിള്ളയായി ഇന്നസെൻ്റ്, അയ്യപ്പൻ പിള്ളയായി ബഹദൂർ, കല്യാൺ കുമാറായി ജഗദീഷ് ശ്രീകുമാർ, വൈദ്യർ രാരിച്ചൻ നായരായി മാള അരവിന്ദൻ എന്നിവരാണ് അഭിനയിക്കുന്നത്. ബാലൻ മേനോനും ഭാര്യയും തൻ്റെ മകൾ രേവതിക്ക് 3 വയസ്സായപ്പോൾ തന്നെ സെപ്പറേറ്റഡ് ആയതാണ്. സെപ്പറേറ്റഡായി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ രേവതിയുടെ അമ്മയും മരിച്ചു പോയിരുന്നു. എങ്കിലും അവൾ ബാലൻ മേനോനൊപ്പം ആയിരുന്നില്ല വളർന്നിരുന്നത്. ബാലൻ മേനോനൊപ്പം മകൾ ഇല്ലായിരുന്നു എങ്കിലും എല്ലാ പിറന്നാളിനും ബാലൻ മേനോൻ അമ്പലത്തിൽ പോയി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സദ്യ ഒരുക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ പിറന്നാളിനും രേവതിക്കൊരു ഗിഫ്റ്റ് അയക്കാനും മറക്കാറില്ല. പക്ഷേ ആ ഗിഫ്റ്റെല്ലാം തിരിച്ചു വരികയായിരുന്നു പതിവ്. രേവതിയുടെ 19ാം പിറന്നാളിനും ഇതൊക്കെ തന്നെ ആവർത്തിക്കുമ്പോൾ ഇത്തവണയും പഴയ പോലെ തന്നെ രേവതിക്കായി അയച്ച ഗിഫ്റ്റ് തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരു ചെറിയ വിഷമം പോലും താങ്ങാനാവാത്ത വിധം ബാലൻ മേനോൻ്റെ ഹൃദയം തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻ മേനോൻ്റെ ഡോക്ടറായ മാധവൻകുട്ടിയും മാധവൻകുട്ടി സ്നേഹിക്കുന്ന ബാലൻ മേനോൻ്റെ കാര്യസ്ഥൻ്റെ മകളായ ഇന്ദുവും രേവതിക്കൊരു കത്തയക്കാൻ തീരുമാനിക്കുന്നു. ഒടുവിൽ ബാലൻ മേനോൻ തന്നെ മകളെ അവസാനമായി കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രേവതിക്കായി കത്തയക്കുന്നു. കുഞ്ഞുനാൾ തന്നെ അച്ഛനോടുള്ള വെറുപ്പ് അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതിനാൽ രേവതി അതിന് ബാലൻ മേനോനെ കാണാൻ കൂട്ടാക്കുന്നില്ല. ഇത് കണ്ട് അവളുടെ അച്ഛനോട് സ്നേഹവും സഹതാപവും തോന്നിയ അനാഥയായ രേവതിയുടെ കൂട്ടുകാരി രേവതിയാണെന്ന് പറഞ്ഞ് ബോർഡിങ്ങിലെ സിസ്റ്ററിൻ്റെ അറിവോടുകൂടി ബാലൻ മേനോൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. തൻ്റെ മകളെ വരവേൽക്കാനായി ആ അച്ഛൻ ഓടി നടന്നു. പിന്നീട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരച്ഛൻ്റെ സ്നേഹം സൂസന്നയും തനിക്ക് നൽകാൻ കഴിയാതിരുന്ന മകളോടുള്ള സ്നേഹം ബാലൻ മേനോനും അനുഭവിച്ചറിയുകയായിരുന്നു. എങ്കിലും സൂസന്നയെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരുന്നു. താൻ രേവതിയല്ല എന്ന സത്യം ബാലൻ മേനോനോട് പറയാൻ കഴിയാതെ അവൾ വിഷമിച്ചു. ബാലനും ഇന്ദുവും തമ്മിലുള്ള ബന്ധമറിയാൻ ബാലൻ മേനോൻ സൂസന്നയും മാധവൻകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ വളരെ നാൾക്ക് മുമ്പ് തന്നെ ഇന്ദു മനസ്സിൽ
കടന്നുകൂടിയ മാധവൻകുട്ടിക്ക് അതിന് കഴിയുന്നില്ല. ഇന്ദുവാണ് ബാലൻ മേനോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ബാലൻ മേനോൻ്റെ സഹോദരിയുടെ മകളാണ് ഇന്ദു. വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു എന്നറിഞ്ഞ സൂസന്ന താൻ രേവതിയല്ല എന്ന സത്യം മാധവൻകുട്ടിയോട് തുറന്നു പറയുന്നു. താനൊരു അനുജത്തിയുടെ സ്ഥാനത്ത് മാത്രമേ സൂസന്നയെ കണ്ടിട്ടുള്ളൂ എന്ന് മാധവൻകുട്ടി അവളോട് പറയുന്നു. മറ്റാരോടും താൻ രേവതിയല്ല എന്ന സത്യം ഇപ്പോൾ പറയേണ്ട എന്ന് മാധവൻകുട്ടിയും രേവതിയെ അറിയിക്കുന്നു. മാധവൻകുട്ടിയെ നഷ്ടപ്പെടും എന്ന് കരുതിയ ഇന്ദു തനിക്ക് കുടിക്കാനുള്ള പാലിൽ ഉറക്ക ഗുളികകൾ ചേർത്ത് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ സൂസന്ന മുറിയിലേക്ക് വരികയും ബാലൻ മേനോന് മരുന്ന് കൊടുക്കാനായി ഇന്ദുവിനെ വിടുകയും ചെയ്യുന്നു. പാലിൽ ഉറക്ക ഗുളികൾ ചേർത്തിരിക്കുന്നു എന്ന് അറിയാതെ ആ പാലെടുത്ത് സൂസന്ന കുടിക്കുന്നു. അങ്ങനെ സൂസന്ന മരിക്കുന്നു. ബാലൻ മേനോന് മരുന്ന് കൊടുക്കാനായി ഇന്ദു പോയ സമയത്താണ് സൂസന്ന ആ പാലെടുത്ത് കുടിച്ചത്. ഒടുവിൽ ഈ വിവരങ്ങളെല്ലാം രേവതിയെ മാധവൻകുട്ടി അറിയിക്കുകയും സൂസന്നയെ അവസാനമായി കാണാനായി രേവതിയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുന്നു. രേവതി തൻ്റെ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു എങ്കിലും സൂസന്നയെ അംഗീകരിച്ചതുപോലെ രേവതിയെ അംഗീകരിക്കാൻ എന്തുകൊണ്ടോ ബാലൻ മേനോന് കഴിയുന്നില്ല. സ്വന്തം മകൾ അല്ല എങ്കിലും മകളുടെ സ്നേഹം ബാലൻ മേനോന് നൽകിയത് സൂസന്നയായിരുന്നു. ബാലൻ മേനോന് മനസ്സറിഞ്ഞ് തന്നെ സൂസന്നയെ തൻ്റെ മകളായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻ മേനോന് രേവതിയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. രേവതിയുടെ കുഞ്ഞുനാളിലെ പാവ സൂസന്നയുടെ മൃതദേഹത്തിൽ ബാലൻ മേനോൻ വയ്ക്കുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ചിത്രം. മോഹൻലാൽ പ്രാധാന്യമുള്ള വേഷമാണ് ചെയ്യുന്നതെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായി മാത്രമാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചത്. എങ്കിലും തൻ്റേതായ സ്ഥാനം നിലനിർത്താൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നത് മോഹൻലാലിൻ്റെ മാത്രം ഒരു മിടുക്കാണ്. ചിത്രത്തിൻ്റെ കോപ്പി ഹോട്ട്സ്റ്റാറിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിലുമൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രവുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.